ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. SSC മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പെർസെൻറ്റേജിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SSC TCS പാറ്റേണിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പുതിയ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് TCS പാറ്റേണിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ. If the length of a rectangle increased by 40% and a breadth decreased by 20%, then the area of rectangle increased by x%, then the value of x is. ഇത് ഇപ്പോൾ എക്സാമിന് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ആദ്യത്തെ 4 ക്വസ്റ്റ്യനും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ, സിലിണ്ടറിൻ്റെ വോളിയം, അതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യന് ആദ്യമായിട്ട് കാണുന്ന ആൾ ഇത് മെൻസുറേഷനുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അല്ല, ഇത് പെർസെൻറ്റേജിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ഇതിലും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, സിലിണ്ടറിൻ്റെ ഏരിയ, സ്പിയറിൻ്റെ വോളിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, പിന്നെ അതുപോലെ തന്നെ സർക്കിളിൻ്റെ ഏരിയ, സ്പിയറിൻ്റെ ഏരിയ, അതുപോലെ വോളിയം, സ്പിയറിൻ്റെ വോളിയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെയും നമ്മൾ റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയ. ഓക്കെ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 40% കൂടി. 40% എന്ന് പറഞ്ഞാൽ 2/5 ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ 2/5, 5 ഉള്ളത് 7 ആയി അല്ലെ. 40% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 7 ആയി. 40% 2/5 ആണ്. 40% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 2 കൂടി 7 ആയി. ഓക്കെ. ആൻഡ് ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 20%. ബ്രെഡ്ത്ത് 20% കുറഞ്ഞു. 20% പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ 5 ഉള്ളത് 4 ആയി അല്ലേ. പിന്നെ 5 × 5 ഏരിയ 25 എന്ന് വരും. 7 × 4 28 എന്ന് വരും. അപ്പോൾ 25 ഉള്ളത് 28 ആയി. അപ്പോൾ 3 കൂടി ഏതിൽ നിന്ന്? 25-ൽ നിന്ന് 3 കൂടി ഇൻറ്റു 100. ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയാൽ 100ഉം 25ഉം ക്യാൻസൽ ചെയ്താൽ 4. 3 × 4 12% നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 12 ആണ്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് 40% ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 7 ആയി. അതുപോലെ ബ്രെഡ്ത്ത് 20% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 4 ആയി. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ 5 1 പറഞ്ഞ് 4 ആയി. ആ കാര്യങ്ങളൊന്നും ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ 5 × 5 25, 7 × 4 28. അപ്പോൾ 3 കൂടി ഏതിൽ നിന്ന്? 25-ൽ നിന്ന് 3 കൂടി. അപ്പോൾ 3/25 × 100. 25ഉം 100 പിന്നെ ക്യാൻസൽ ചെയ്താൽ 4. 3 × 4 12% നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ എക്സിൻ്റെ വാല്യൂ 12 ആണ്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നോക്കാം. ദ റേഡിയസ് ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഡിക്രീസ്ഡ് ബൈ 10% ആൻഡ് ഹൈറ്റ് ഇൻക്രീസ്ഡ് ബൈ 20%. ദെൻ ദി പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വോളിയം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് സർക്കുലർ സിലിണ്ടറിന്റെ വോളിയം ആണ്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. ഇവിടെ ഈ കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഈ വേരിയബിൾ ആയിട്ടുള്ള ആറും എച്ചും കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. ഇവിടെ പൈ ആർ സ്ക്വയർ എച്ച് ഉള്ളത് എങ്ങനെയാണ്? ഈ പിന്നെ കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. R × H എന്ന് നമുക്ക് എഴുതാം. R × H. ഈ 2 R നമ്മൾ കൺസിഡർ ചെയ്യണം. അത് മറന്നു പോകരുത്. ഇവിടെ R² ഉണ്ട്. അപ്പോൾ
2 ആറും കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ആർ ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ആറ് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ റേഷ്യോ മെത്തേഡ് തന്നെയാണ്. 6 6 എച്ച് അല്ലേ വോളിയം. ഓക്കെ, റേഡിയസ് ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഡിക്രീസ്ഡ് ബൈ 10%. 10% ഡിക്രീസ് ആയി എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 10% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 10 ഉള്ളത് 9 ആയി. 10 ഉള്ളത് 9 ആയി. വീണ്ടും 2 ആറുണ്ട്, അപ്പൊ വീണ്ടും 10 ഉള്ളത് 9 ആയി. 10 ഉള്ളത് 9 ആയി. ആൻഡ് ഹൈറ്റ് ഇൻക്രീസ്ഡ് ബൈ 20%. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പൊ ഹൈറ്റ് 5 ഉള്ളത് 6 ആയി. ഓക്കെ, ഇനി ഇത് കുടിക്കുക. 10 × 10 100, 100 × 5 500 അല്ലെ. 9 × 9 81, 81 × 6 486. ഇവിടെ ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 500 486 ആയി. അപ്പൊ ഡിക്രീസ് ആണ്. എത്ര ഡിക്രീസ് ആണ് നോക്കേണ്ടത്? എത്രയാണ്? 14 ആണ് കുറഞ്ഞത്. ഏതിൽ നിന്ന് കുറഞ്ഞു? 500ൽ നിന്ന് അല്ലെ. 500ൽ നിന്ന് 14 കുറഞ്ഞു ഇൻറ്റു 100. ഓക്കെ, ഈ 100ഉം 0 ക്യാൻസൽ. 14/5 2.8% ഡിക്രീസ് ആണ്. 2.8% ഡിക്രീസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇവിടെ നമുക്ക് സിലിണ്ടറിന്റെ വോളിയം അറിഞ്ഞിരിക്കണം. സിലിണ്ടറിന്റെ വോളിയം πr²h ആണ്. ഇവിടെ ഈ കോൺസ്റ്റന്റ് ആയ പൈ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. r × r × h. റേഡിയസ് 10% കുറഞ്ഞു, 10 ഉള്ളത് 9 ആയി. വീണ്ടും 2 റേഡിയസും കൺസിഡർ ചെയ്യണം, 10 ഉള്ളത് 9 ആയി. ഹൈറ്റ് 20% കൂടി. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 5 ഉള്ളത് 6 ആയി. അപ്പൊ ഇത് 3 ഗുണിച്ചാൽ 500. ഇവിടെ 486. 500 486 ആയി. അഥവാ 14 കുറഞ്ഞു. ഏതിൽ നിന്ന്? 500ൽ നിന്ന്. 14/500 × 100. 100 ക്യാൻസൽ. 14/5 2.8% ഡിക്രീസ് ആണെന്ന് വരും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് തന്നെയാണ്. ഓക്കെ, the height of cylinder increased by 15% and the radius of base decreased by 10%. then the percentage change in curved surface area. ഇനി സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇക്വേഷൻസ് ഒക്കെ അറിയണം കേട്ടോ. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 2πr × h. 2πr/h ആണ് സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. ഇവിടെ 2π കോൺസ്റ്റന്റ് ആണ്, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 6h, ഒരു 6 മാത്രമേ ഉള്ളൂ, 6h. ഓക്കെ, അത് രണ്ടും കൺസിഡർ ചെയ്താൽ മതി. കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ, ഈ 6 ഉള്ളത് സിലിണ്ടറിന്റെ റേഡിയസ്. ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഇൻക്രീസ്ഡ് ബൈ 15%. ഹൈറ്റ് 15% കൂടി. 15% എന്ന് പറഞ്ഞാൽ 3/20. 15% കൂടി എന്ന് പറഞ്ഞാൽ 20 ഉള്ളത് ഹൈറ്റ് ആട്ടോ. 20 ഉള്ളത് 23 ആയി. ഓക്കെ, 20 ഉള്ളത് 23 ആയി. ആൻഡ് റേഡിയസ് ഓഫ് ബേസ് ഡിക്രീസ്ഡ് ബൈ 10%. 10% 1/10 ആണ്, ഡിക്രീസ് ആണ്. അപ്പൊ 10 ഉള്ളത് 9 ആയി. 10 ഉള്ളത് 9 ആയി. അപ്പോൾ ഇവിടെ 200 കിട്ടും. 20 × 10 200. 23 × 9 എത്ര വരും? 207 വരും. അപ്പൊ ഇൻക്രീസ് ആണ്. എത്ര കൂടി? 7 കൂടി. ഏതിൽ നിന്ന്? 200ൽ നിന്ന് 7 കൂടി ഇൻറ്റു 100 എന്ന് വരും അല്ലെ. 100 ക്യാൻസൽ. 7/2 3.5% ഇൻക്രീസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 3.5% ഇൻക്രീസ്. ഓക്കെ, ഇവിടെ കർവ്ഡ് സർഫസ് സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 2πr/h ആണ്. ഇവിടെ 2π കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹൈറ്റ് 15% കൂടി. 15% കൂടി എന്ന് പറഞ്ഞാൽ 20 ഉള്ളത് 23 ആയി. 15%ന്റെ വാല്യൂ 3/20 ആണ്. 15/100 3/20 ആണ്. അപ്പോൾ 15% കൂടി എന്ന് പറഞ്ഞാൽ 20. അതിന്റെ 15% 3 കൂടി 23 ആയി. ഓക്കെ, അപ്പൊ ഹൈറ്റ് 20 ഉള്ളത് 23 ആയി. റേഡിയസ് 10% കുറഞ്ഞു. 10 ഉള്ളത് 1 കുറഞ്ഞു 9 ആയി. അപ്പൊ 10 × 20 200. 9 × 23 207.
അപ്പോൾ 7 കൂടി ഏതിൽ നിന്ന് 200-ൽ നിന്ന്. അപ്പോൾ 7/200 × 100 0 0 ക്യാൻസൽ 7/2 3.5% ഇൻക്രീസ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അല്ല, ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ടൈപ്പ് തന്നെയാണ്. ഓക്കെ. The length of rectangle increased by 16.2/3% and breadth decreased by 14.2/7%. Find percentage change in area of rectangle. ഇവിടെയും റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ. അപ്പൊ ലെങ്ത് ബ്രെഡ്ത്ത് ഏരിയ ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. അപ്പൊ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയ 16.2/3% കൂടി. 16.2/3% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/6 ആണ്. ഫസ്റ്റ് ക്ലാസ് ഇതൊക്കെ ശരിക്കും അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് അത് ശരിക്കും പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ മിക്സ്ഡ് ഫ്രാക്ഷനൊക്കെ നമ്മൾ പല പ്രാവശ്യം പലയിടത്തും കാണും. എക്സാമിനൊക്കെ പലപ്പോഴും ചോദിക്കണം മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ് ഈ 16.2/3%, 14.2/7% ഒക്കെ. അപ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയ 16.2/3% ഇൻക്രീസ് ആയി. 16.2/3% എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പോൾ 6 ഉള്ളത് 7 ആയി. ഓക്കെ. ആൻഡ് ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 14.2/7%. 14.2/7 എന്ന് പറഞ്ഞാൽ 1/7 ആണ്. 7 ഡിക്രീസ് ആണ്. അപ്പൊ 7 ഉള്ളത് 1 കുറഞ്ഞ് 6 ആയി. അപ്പോൾ 7 × 6 42. 7 × 6 42. പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചേഞ്ച് ഉണ്ടോ? 42 ചേഞ്ച് ഇല്ല. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? നോ ചേഞ്ച് എന്നാണ്. നോ ചേഞ്ച്, ചേഞ്ച് ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ റെക്ടാങ്കിളിന്റെ ഏരിയ ചേഞ്ച് ആയിട്ടില്ല. കാരണം റെക്ടാങ്കിളിന്റെ ലെങ്ത് 16.2/3% കൂടി, അഥവാ 6 ഉള്ളത് 7 ആയി. ബ്രെഡ്ത്ത് 14.2/7% കുറഞ്ഞു, 7 ഉള്ളത് 6 ആയി. അപ്പൊ അത് 2 ഗുണിച്ചാൽ 42 ആണ് വരുന്നത്. അപ്പോ ഏരിയയിൽ ചേഞ്ച് ഇല്ല. നോ ചേഞ്ച് എന്നാണ് ഇതിന്റെ ആൻസർ. നോ ചേഞ്ച്, ഏരിയയിൽ ചേഞ്ച് ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സാലറി ഓഫ് പേഴ്സൺ ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 20%, then decreased by 20%, then percentage change in his salary. ഈ ക്വസ്റ്റ്യൻ ഞാൻ 3 വിധത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ സാലറി ഓഫ് പേഴ്സൺ, ആ പേഴ്സണൽ സാലറി നമ്മൾ 100 ആക്കി എടുത്തു. എന്നിട്ട് ഫസ്റ്റ് 20% കൂടി. അപ്പൊ എന്തായി? 100ന്റെ 20% എന്ന് പറഞ്ഞാൽ 20. അപ്പൊ 120 ആയി. പിന്നെന്തായി? 20% കുറഞ്ഞു. 120ന്റെ 20% എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ 12, 20% 24, 120 24 പോയാൽ 96 കിട്ടും. അപ്പോ 100 ഉള്ളത് 96 ആയി. എത്ര കുറഞ്ഞു? 4% കുറഞ്ഞു. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ സാലറി എന്ന് പറഞ്ഞാൽ 4% ഡിക്രീസ് ആണ് അല്ലെ. 100 ഉള്ളത് 96 ആയി. അപ്പൊ 4% ഡിക്രീസ് ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഓക്കെ. ഞാൻ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ കൺസെപ്റ്റ് പറയണം. ഓക്കെ. സക്സസീവ് പെർസെൻറ്റേജ് അല്ല, സക്സസീവ് ഡിസ്കൗണ്ട് അല്ല, സക്സസീവ് പെർസെൻറ്റേജ്. ഓക്കെ. സക്സസീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ഒരു സംഖ്യ A% കൂടി B% കൂടി, അങ്ങനെയാണെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജ് A+B+AB/100 ആയിരിക്കും. ഓക്കെ. A% കൂടി B% കൂടി, അങ്ങനെയാണെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജ് A+B+AB/100 ആയിരിക്കും. ഇനി A% കൂടി B% കുറഞ്ഞു. അപ്പോൾ ഈ ഡിക്രീസ് ഉള്ളതിന് നെഗറ്റീവ് സൈൻ ഇടുക. അപ്പോൾ A% കൂടിയതിന് പോസിറ്റീവ്, ബിക്ക് നെഗറ്റീവ് സൈൻ ഇടുക. പിന്നെ എക്ക് പോസിറ്റീവ് ആണ്, ബിക്ക് നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ പോസിറ്റീവിന്റെ നെഗറ്റീവ് നെഗറ്റീവ് അല്ല വരിക. അപ്പോൾ A - B - AB/100 എന്ന് വരും. ഈ സക്സസീവ് പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. സാലറി ഓഫ് പേഴ്സൺ ഫസ്റ്റ് ഇൻക്രീസ് ബൈ 20%. അപ്പോൾ A 20%, B 20% ആണ്. ഒന്ന് ഇൻക്രീസ് ആണ്, ഒന്ന് മറ്റേ ഡിക്രീസ് ആണ്. അപ്പം ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്? രണ്ടാമത്തെ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ 20% കൂടി, പിന്നെ 20% കുറവ്. അപ്പോൾ 20 - 20 - 20 -20 × 20/100 എന്ന് വരും. ഓക്കെ. 0 0 ക്യാൻസൽ, 0 0 ക്യാൻസൽ,
20 മൈനസ് 20 0. ഇവിടെ 2 ഇൻറ്റു 2 4 -4% എന്ന് വരും. മൈനസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആണെന്നാണ് അതിന്റെ അർത്ഥം. 4% ഡിക്രീസ് ആണ്. ഇങ്ങനെയാണ് സക്സസീവ് പെർസെൻറ്റേജ് ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ല മെത്തേഡ് റേഷ്യോ മെത്തേഡ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ 20%, 10% അങ്ങനത്തെ വാല്യൂ ഒക്കെ ആവുമ്പോഴാണ് സക്സസീവ് പെർസെൻറ്റേജ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 16/2/3, 14/7, 66/2/3 മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് റേഷ്യോ മെത്തേഡ് തന്നെയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ചും പാടി ചെയ്യാം നമുക്ക്. ഓക്കെ, റേഷ്യോ മെത്തേഡ് സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞതാണ് സാലറി പേഴ്സൺ ഫസ്റ്റ് ഇൻക്രീസ് ബൈ 20%. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പൊ 5 ഉള്ളത് 6 ആയി. ദെൻ ഡിക്രീസ്ഡ് ബൈ 20%. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 5 ഉള്ളത് 4 ആയി. ഓക്കെ, അപ്പോ 5 ഇൻറ്റു 5 25, 6 ഇൻറ്റു 4 24, 25 24 ആയി. 1 കുറഞ്ഞു. ഏതിൽ നിന്ന്? 25 നിന്ന് ഇൻറ്റു 100. 25 ക്യാൻസൽ. 4% ഡിക്രീസ് ആണ്. കാരണം 25 24 ആയി. 4% ഡിക്രീസ് ആണ്. ഇതാണ് റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ മെത്തേഡും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്. ഈ മെത്തേഡ് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോ നിങ്ങൾക്ക് സക്സസീവ് പെർസെൻറ്റേജ് ആണ് ഒന്നും പാടി എളുപ്പത്തിൽ തോന്നുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 16/3, 14/7 അങ്ങനെയുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻസ് വരുമ്പോൾ ഈ മെത്തേഡ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A number increased by 20% and then decreased by 10%. Find net increase or decrease in percentage. ഇത് ഈ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ആറാമത്തെ ക്വസ്റ്റ്യനും. നമുക്ക് ഇത് സക്സസീവ് പെർസെൻറ്റേജിന്റെ മെത്തേഡ് വെച്ച് ചെയ്യാം. ഓക്കെ, ആദ്യം 20% കൂടി. അപ്പൊ 20% കൂടി എന്ന് പറഞ്ഞാൽ +20. 10% കുറഞ്ഞെന്ന് പറഞ്ഞാൽ -10. പിന്നെ മൈനസ് ആണ് വരിക. കാരണം എ ബിയിലെ ബി നെഗറ്റീവ് ആണ്. അപ്പോൾ 20 ഇൻറ്റു 10/100 വരും അല്ലെ. ഈ 0 0 ഇവിടെ 0 0 ക്യാൻസൽ. 20 - 10 എന്ന് പറയുന്നത് 10 വരും. 10 2 പോയാൽ 8% വരും. 8% പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇൻക്രീസ് ആണ്. ഓക്കെ, ഇതാണ് സക്സസീവ് പെർസെൻറ്റേജ്. ഇനി റേഷ്യോ മെത്തേഡ് ചെയ്യാം. എ നമ്പർ ഇൻക്രീസ് ബൈ 20%. 20% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 6 ആയി. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 20% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 6 ആയി. ദെൻ ഡിക്രീസ്ഡ് ബൈ 10%. 10% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 10 ഉള്ളത് 9 ആയി. 10 ഉള്ളത് 9 ആയി. അപ്പോ ഇവിടെ 50, 5 ഇൻറ്റു 10 50, 6 9 54 വരും. എത്ര കൂടി? 4 കൂടി. 4 കൂടി എത്രയിൽ നിന്ന്? 50 നിന്ന് ഇൻറ്റു 100 വരും. ഈ 100 50 ക്യാൻസൽ. 2 4 ഇൻറ്റു 2 8% എന്ന് വരും. 8% ഇൻക്രീസ് ആണ്. കാരണം 50 ഉള്ളത് 54 ആയി. അതാണ് അങ്ങനെയാണ് ഈ റേഷ്യോ മെത്തേഡ് വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, the number of employees in a firm increased by 25% and wage per head decreased by 25%. If result in X% decrease in the total wage, then the value of X is. ഓക്കെ, ഇതും റേഷ്യോ മെത്തേഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇക്വേഷൻ ചെറുങ്ങനെ മാറുന്നുള്ളൂ. ടോട്ടൽ വേജ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു വേജ് പെർ ഹെഡ് ആണ് അല്ലെ. നമ്മളിപ്പോൾ കൊടുക്കേണ്ട ടോട്ടൽ വേജ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനി നടത്തുന്നുണ്ട്. ആ കമ്പനിയിൽ കൊടുക്കുന്ന ടോട്ടൽ വേജ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് ഇൻറ്റു ഓരോരുത്തർക്കും എത്ര വേജ് ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇൻറ്റു ചെയ്താലേ ടോട്ടൽ വേജ് കിട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. നമ്പർ ഓഫ് എംപ്ലോയീസ് ഫസ്റ്റ്. നമ്പർ ഓഫ് എംപ്ലോയീസ് വേജ് പെർ ഹെഡ്. വേജ് പെർ ഹെഡ്. വേജ് പെർ ഹെഡ്. വേജ് പെർ ഹെഡ്. ഇത് രണ്ടും ഗുണിച്ചാൽ എന്ത് കിട്ടും? ടോട്ടൽ വേജ് കിട്ടും. ടോട്ടൽ വേജ് കിട്ടും. ടോട്ടൽ വേജ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എ ഫാം ഇൻക്രീസ്ഡ് ബൈ 25%. 25% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 25% 1/4 ആണ്. 4 ഉള്ളത്
5 ആയി, 4 ഉള്ളത് 5 ആയി അല്ലെ. ആൻഡ് വേജ് പെർ ഹെഡ് ഡിക്രീസ്ഡ് ബൈ 25%. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 4 ഉള്ളത് 3 ആയി, 4 ഉള്ളത് 3 ആയി അല്ലെ. 4 × 4 16, 5 × 3 15. എത്ര കുറഞ്ഞു? 16 ഉള്ളത് 15 ആയി, 1 കുറഞ്ഞു. ഏതിൽ നിന്ന്? 16ൽ നിന്ന്. 1/16 × 100, 1/16 × 100. ഇതിന്റെ പെർസെന്റേജ് വാല്യൂ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. 1/16 × 100 എന്ന് പറഞ്ഞാൽ 6 1/4% എന്നാണ്. 6 1/4% എന്നാണ് 1/16 × 100. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. റേഷ്യോ മെത്തേഡ് തന്നെയാണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു വേജ് പെർ ഹെഡ് ആണ് ടോട്ടൽ വേജ്. നമ്പർ ഓഫ് എംപ്ലോയി 25% കൂടി. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ 25% കൂടി എന്ന് പറഞ്ഞാൽ 4 ഉള്ളത് 5 ആയി. ആൻഡ് വേജ് പെർ ഹെഡ് ഡിക്രീസ്ഡ് ബൈ 25%. വേജ് പെർ ഹെഡ് 25% കുറഞ്ഞു. അപ്പോൾ 4 ഉള്ളത് 3 ആയി. 4 × 4 16, 5 × 3 15. 16 ഉള്ളത് 15 ആയി, 1 കുറഞ്ഞു. ഏതിൽ നിന്ന്? 16ൽ നിന്ന്. അപ്പൊ 1/16 × 100, 6 1/4% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ പേഴ്സൺ സ്പെൻഡ് 70% ഓഫ് ഹിസ് ഇൻകം if income increased by 20% and expenditure increased by 10%, then find a percentage change on his saving. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യന്. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിംഗ് ആണ്. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിംഗ് ആണ്. അപ്പോൾ പേഴ്സൺ സ്പെൻഡ് 70% ഓഫ് ഇൻകം. അപ്പൊ എക്സ്പെൻഡിച്ചർ 70% ആണ്. അപ്പൊ ഇൻകം നമ്മൾ 100 ആക്കി എടുത്തു. ഇൻകം നമ്മൾ 100 ആക്കി എടുത്തു. എക്സ്പെൻഡിച്ചർ 17 ആണ്. അപ്പൊ സേവിങ് എത്ര ആയിരിക്കും? 30 ആയിരിക്കും അല്ലെ. സേവിങ് 30 ആയിരിക്കും. ഈ ഇൻകം ഇൻക്രീസ്ഡ് ബൈ 20%. ഇൻകം 20% കൂടി. അപ്പൊ 100 ഉള്ളത് 120 ആയി, 120 ആയി. ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 10%. 70ന്റെ 10% എന്ന് പറയുമ്പോൾ 7. അപ്പൊ 70 + 7 77 എന്ന് വരും. അപ്പൊ സേവിങ്സ് എത്രയാണ്? 43 എന്ന് കിട്ടും അല്ലെ. സേവിങ്സ് 43 എന്ന് കിട്ടും. അപ്പൊ 30. അപ്പൊ സേവിങ്സിന്റെ ഫൈൻഡ് പെർസെന്റേജ് ചേഞ്ച് ഓൺ ഈസ് സേവിങ്സ്. സേവിങ്സിന്റെ ചേഞ്ചിനെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. 30 ഉള്ളത് 43 ആയി. എത്ര കൂടി? 13 കൂടി. 13 കൂടി. ഏതിൽ നിന്ന്? 30ൽ നിന്ന്. 13 കൂടി ഇൻറ്റു 100 അല്ലെ. അപ്പോൾ ഇവിടെ 0 0 ക്യാൻസൽ ചെയ്താൽ 130/3% എന്ന് കിട്ടും. 130/3% എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിന് നമുക്ക് 43 1/3% എന്ന് എഴുതാം. 43 1/3% എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മുമ്പ് ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്. ഇൻകം എന്താ ഇവിടെ എക്സ്പെൻഡിച്ചർ 70% ആണ്. അപ്പൊ ഇൻകം 100% ആയി 100 ആക്കി എടുത്തു. അപ്പോൾ എക്സ്പെൻഡിച്ചർ 70 ആണ്, സേവിങ്സ് 30 ആണ്. അതിൽ ഇൻകം 20% കൂടി. അപ്പൊ 100 ഉള്ളത് 120 ആയി. എക്സ്പെൻഡിച്ചർ 10% കൂടി. 70 ഉള്ളത് 77 ആയി. അപ്പൊ സേവിങ്സ് 43 ആയി. 30 ഉള്ളത് 43 ആയി. 13 കൂടി. ഏതിൽ നിന്ന്? 30ൽ നിന്ന്. 13/30 × 100. 0 0 ക്യാൻസൽ. 130/3 അല്ലെങ്കിൽ 43 1/3% ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എ പേഴ്സൺ സ്പെൻഡ് 60% ഓഫ് ഇൻകം. ഓക്കെ, ഇതേ ടൈപ്പ് തന്നെയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. 60% സ്പെൻഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻകം നമ്മൾ 100 ആക്കി എടുത്തു. അപ്പോൾ സേവിങ്സ് 14 ആണ് അല്ലെ. സേവിങ്സ് 14 ആണ്. ഇഫ് ഇൻകം ഇൻക്രീസ്ഡ് 15%, ഇൻകം 115 ആയി. ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് 5%. 5% എന്ന് പറഞ്ഞാൽ 16 5%. 10% 6 ആണ്. അപ്പോൾ 5% 3 ആണ്. അപ്പോൾ 63 കൂടി 63 ആയി. 63 ആയി. അപ്പോൾ സേവിങ്സ് 52 വരും അല്ലെ. 52 വരും. 115 - 63 52 വരും. ഓക്കെ, അപ്പൊ 40 ഉള്ളത്
52 എത്ര കൂടി? 12 കൂടി. 12 കൂടി ഏതിൽ നിന്ന്? 40ൽ നിന്ന്. ഇൻറ്റു 100 വരും. ഓക്കെ, ഇവിടെ 0 0 ക്യാൻസൽ. 12 4 3 4 12 3 ഇവിടെ വരും. 3 × 10 30% ആണ് നമ്മുടെ ആൻസർ. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഇത് നമ്മൾ ഈ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 62% ആൻഡ് 80% ഓഫ് നമ്പർ ഈസ് 198, then the difference between 92% and 56% of number will be. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 62%ന്റെയും 80%ന്റെയും ഡിഫറൻസ് 198 ആണ്. അപ്പോൾ 62%ഉം 80%ഉള്ള ഡിഫറൻസ് എന്താണ്? 18% ആണ്. അപ്പോൾ 18%ന്റെ വാല്യൂ ആണ് 198 എന്നുള്ളത്. നമുക്ക് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 92 56% ഡിഫറൻസ് ആണ് 36 ആണ് അല്ലെ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ 36%ന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 18 198 ആണെങ്കിൽ 36% വാല്യൂ എന്തായിരിക്കും? 18നെ 2 കൊണ്ട് ഗുണിച്ചതാണ് 36. അപ്പൊ 198നെ 2 കൊണ്ട് ഗുണിച്ചാൽ 396 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 396 ആണ് നമ്മുടെ ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ 62 ആൻഡ് 80% ഓഫ് നമ്പർ ഈസ് 198. 62ഉം 80% നമ്മുടെ ഡിഫറൻസ് 18% ആണ്. 18%ന്റെ വാല്യൂ 198 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 92%ഉം 56% നമ്മുടെ ഡിഫറൻസ് എത്ര ചോദിച്ചിട്ടുള്ളത്? 92%ഉം 56% തമ്മിൽ ഡിഫറൻസ് 36 ആണ്. അപ്പോൾ 18% 198 ആണെങ്കിൽ 36% അതിന്റെ ഇരട്ടി 396 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇത്രയാണ് നമ്മൾ പാർട്ട് 5 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ പാർട്ട് 6 വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.